കാമുകന്മാരുടെ വാക്ക് കേട്ട് സ്വന്തം കുഞ്ഞിനെ, അതും 8 മാസം പ്രായമുള്ള കുഞ്ഞിനെ വാട്ടർ ടാങ്കിൽ മുക്കിക്കൊന്ന ഒരു യുവതി മലയാളിയാണ്. ആ മലയാളിയുടെ പേര് ചന്ദ്രപ്രഭ എന്നാണ്. 2015 കേരളത്തെ ആകെ നടുക്കിയ ഒരു വാർത്തയാണ് 8 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ ദുരൂഹ മരണം. ആ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച പോലീസ് സംഘം ആദ്യം കുറേയധികം വട്ടം ചുറ്റിയിരുന്നു. അത് മറ്റൊന്നുമല്ല, കുട്ടിയുടെ അമ്മ നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യമാണ് പോലീസിനെ വട്ടം ചുറ്റിച്ചത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഈ പ്രതികളെയൊക്കെ ഹാജരാകാൻ പറഞ്ഞിരിക്കുകയാണ്. അവരുടെ കുറ്റം എന്താണെന്ന് അവരെ വായിച്ച് കേൾപ്പിച്ച ശേഷം അവർക്കെതിരെയുള്ള ശിക്ഷ പ്രഖ്യാപിക്കാനാണ് കോടതി ഇവരെ 21-ന് ഹാജരാകണമെന്ന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ആ കേസ് എന്തായിരുന്നു? ആ പ്രതികൾ ആരൊക്കെയാണ്? ആ നടന്ന ക്രൂരത എന്താണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു മാധ്യമപ്രവർത്തകൻ്റെ ദൗത്യമാണ്. അതുകൊണ്ട് ഞാനത് ഓർമ്മിപ്പിക്കുന്നുവെന്ന് മാത്രം. 10 വർഷങ്ങൾക്ക് മുമ്പ്, 10 അല്ല, ഏകദേശം 10 വർഷവും 2-3 മാസവും കഴിയുന്നു. 2015 മെയ്യിലാണ് കടക്കാവൂരിൽ ഈ ക്രൂരത അരങ്ങേറുന്നത്. ചന്ദ്രപ്രഭ എന്ന യുവതി ഭർത്തൃമതിയായിരുന്നു. അവർ ജീവിച്ചു പോകുന്നതിനിടയിൽ ഭർത്താവ് ഈ യുവതിയെ ഉപേക്ഷിക്കുന്നു. യുവതിയെ ഉപേക്ഷിച്ച ഭർത്താവ് അയാളുടെ ജീവിതം തേടിപ്പോയി. പിന്നീട് യുവതി തനിച്ചാകുന്നു. യുവതിക്ക് സനൽ എന്ന ഒരു ചെറുപ്പക്കാരനുമായി ഒരു ഇല്ലീഗൽ കണക്ഷൻ ഉണ്ടായിരുന്നു. അതാണ് ഭർത്താവ് ഉപേക്ഷിച്ചു പോകാൻ കാരണമായി പോലീസ് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാരണം. അപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ശേഷം ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഈ ചന്ദ്രപ്രഭ സനൽ എന്ന ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാകുന്നു, അവിഹിത ബന്ധം പുലർത്തുന്നു. അതിനുശേഷം സനൽ വിദേശത്തേക്ക് പോകുമ്പോൾ ഈ യുവതിക്ക് ഒരു വാടക വീട് എടുത്തു കൊടുക്കുന്നു. അയാളുടെ നല്ല മനസ്സുകൊണ്ടാകാം വാടക വീട് എടുത്ത് കൊടുക്കുന്നത്. അവിടെ താമസിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഉപജീവനത്തിന് വേണ്ടി ഒരു ഓട്ടോറിക്ഷയും എടുത്ത് കൊടുക്കുന്നു ഈ സനൽ എന്ന ചെറുപ്പക്കാരൻ. അപ്പോൾ ചന്ദ്രപ്രഭയ്ക്ക് വേണമെങ്കിൽ ആ ഓട്ടോറിക്ഷ ഒരാളെ കൊണ്ട് ഓടിപ്പിച്ച് അവിടെ വീട്ടിലേക്ക് ആവശ്യമായ ചെലവിനുള്ള വരുമാനം ലഭിക്കും. വീട് വാടകയൊക്കെ സനൽ കൊടുക്കും. ഇതായിരുന്നു ധാരണ, ഇവർ തമ്മിലുള്ള പ്രണയത്തിൻ്റെ ബേസ്മെൻറ്റ്. എന്നാൽ ഈ ഓട്ടോറിക്ഷ എടുത്ത ശേഷം ഓട്ടോറിക്ഷ ഓടിക്കാൻ സമീപവാസിയായ അജേഷ് എന്ന ചെറുപ്പക്കാരൻ ചന്ദ്രപ്രഭയുടെ വീട്ടിൽ വരുന്നു. അയാൾ ഓട്ടോറിക്ഷ രാവിലെ എടുക്കാൻ വരുന്നു, രാത്രി പാർക്ക് ചെയ്യാൻ വരുന്നു. രാവിലെ എടുക്കുന്നു, രാത്രി പാർക്ക് ചെയ്യുന്നു. ഈ സമയങ്ങളിൽ, രാവിലെയും രാത്രിയുമുള്ള ഈ സന്ദർശന വേളയിൽ ചന്ദ്രപ്രഭയും അജേഷും തമ്മിൽ പ്രണയം മൊട്ടിടുന്നു. അവർ തമ്മിൽ ആദ്യം കാര്യങ്ങൾ പറയുന്നു, പിന്നീട് ആംഗ്യം കാണിപ്പായി, പിന്നീട് ആ ബന്ധം കിടപ്പറയിലേക്ക് നീളുന്നു. ഈ ബന്ധം സനലിന് സംശയം ജനിപ്പിക്കുന്നു. സനലിന് ചന്ദ്രപ്രഭയും അജേഷും തമ്മിലുള്ള, ഓട്ടോ ഡ്രൈവറും തമ്മിലുള്ള ബന്ധത്തിൽ സംശയങ്ങൾ ജനിക്കുന്നു. ഇതിനിടെ ചന്ദ്രപ്രഭ ഒരു കുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തു. ആ കുട്ടി ആരുടേതാണ്? സനലിൻ്റേതാണോ അജേഷിൻ്റേതാണോ? ഏതായാലും ആദ്യ ഭർത്താവിൻ്റെ കുട്ടിയല്ല എന്ന് ചന്ദ്രപ്രഭ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി ജനിച്ചു. കുട്ടി ജനിച്ച ഉടനെ തർക്കം മൂത്തു. 2 കാമുകന്മാർക്കും ചന്ദ്രപ്രഭയെ വേണ്ടാതെയായി. അജേഷ് പറയുന്നു, ഇത് സനലിൻ്റെ കുട്ടിയാണ്, അതുകൊണ്ട് എനിക്ക് നിന്നെ ചുമക്കാൻ കഴിയുകയില്ല. സനൽ പറയുന്നു, നീയുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചിരിക്കുന്നു, നീ അജേഷിൻ്റെ കൂടെ കൂടി അവൻ്റെ കുട്ടിക്ക് ഇതാ ജന്മം കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് നിന്നെ ഞാൻ ഒപ്പം കൂട്ടുന്നില്ല. അപ്പോൾ എന്താണ് ചന്ദ്രപ്രഭയ്ക്ക് മുന്നിലുള്ള മാർഗം? ഏതെങ്കിലും ഒരു പുരുഷൻ ഒപ്പമുണ്ടെങ്കിലേ ചന്ദ്രപ്രഭയ്ക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഓട്ടോറിക്ഷയും വീടുമൊക്കെ സനലിൻ്റേതാണ്. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾ മാത്രമാണ് അജേഷ്. അജേഷിൻ്റെ കൂടെ പോയിക്കഴിഞ്ഞാൽ അയാൾ എന്തെങ്കിലും ജോലി ചെയ്ത് ഇവരെ സംരക്ഷിക്കുമായിരിക്കാം. അല്ലെങ്കിൽ സനലിനൊപ്പം നിൽക്കുകയാണെങ്കിൽ സനലിൻ്റെ ഈ ഓട്ടോറിക്ഷയും വീടുമൊക്കെ ഇവൾക്ക് തന്നെ കിട്ടുകയും ചെയ്യും. അങ്ങനെ ജീവിച്ച് പോവുകയും ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷൻ, 2 കാമുകന്മാരും ചന്ദ്രപ്രഭയോട് പറഞ്ഞു, കുഞ്ഞിനെ ഒഴിവാക്കണം. കുഞ്ഞിനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രപ്രഭ ആലോചിച്ചു, എങ്ങനെ ഒഴിവാക്കും? വേണമെങ്കിൽ അവർക്ക് അമ്മത്തൊട്ടിലിൽ കൊണ്ട് ഉപേക്ഷിക്കാം, തിരുവനന്തപുരം വരെ പോകണം, അല്ലെങ്കിൽ കൊല്ലത്ത് പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിൽ കൊണ്ടു കൊടുക്കാം, അനാഥ മന്ദിരങ്ങളിൽ ഏൽപ്പിക്കാം. എനിക്ക് കുട്ടിയെ നോക്കാൻ നിവർത്തിയില്ല, കുട്ടിയെ നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കാം. അതിലൊക്കെ സാഹചര്യം കേരളത്തിലുണ്ട്. വേണമെങ്കിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ 10 വർഷത്തിന് മുമ്പ് തന്നെ പോലീസ് സ്റ്റേഷനിൽ കുഞ്ഞിനെയും കൊണ്ടുപോയിട്ട് ജീവിക്കാൻ നിവർത്തിയില്ല, കുഞ്ഞിനെ എവിടെയെങ്കിലും ആക്കണം, ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം എന്നൊക്കെ വേണമെങ്കിൽ ഈ അമ്മയ്ക്ക് പറയാം. ഇത് പറയാൻ കാരണം, ഈ അടുത്ത് ഒരു 3 പെൺമക്കളുള്ള ഒരമ്മ ലോട്ടറി ടിക്കറ്റ് വിറ്റ് ജീവിക്കുന്ന ഒരു വാർത്ത നമ്മളൊക്കെ കണ്ടു കാണും. ഈ അടുത്ത കാലത്ത് 2-3 ദിവസമായി അത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കാൻ താല്പര്യമുള്ളവരും ജീവിക്കുന്ന ആളുകളും വസിക്കുന്ന സ്ഥലമാണ് കേരളം. അവിടെയാണ് 10 വർഷം മുമ്പ് ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 10 വർഷം മുമ്പാണ് എങ്കിൽ പോലും നമ്മുടെ സമൂഹം പുരോഗമിച്ച കാലം തന്നെയാണ്. സമൂഹം കുട്ടികളെ അങ്ങനെ തള്ളിക്കളയുന്ന ഒരവസ്ഥയിലായിരുന്നില്ല 2015. 2015 വേണമെങ്കിൽ ഈ ചന്ദ്രപ്രഭയ്ക്ക് കുഞ്ഞിനെ ശിശുക്ഷേമ സമിതികളിൽ ഏൽപ്പിക്കാമായിരുന്നു. പക്ഷേ അവർ ചെയ്തില്ല. അവർ ഒരു ദിവസം രാവിലെ, അതായത് 2015
മെയ് മാസം ചുട്ടുപൊള്ളുന്ന മെയ് മാസത്തിൻ്റെ ഒരു പുലരിയിൽ രാവിലെ കുഞ്ഞിനെയും എടുത്ത് വീടിൻ്റെ ടെറസിലേക്ക് കയറുന്നു. ടെറസിലെ വാട്ടർ ടാങ്കിൽ കുഞ്ഞിനെ മുക്കി കൊല്ലുന്നു. ക്രൂരത എന്ന് പറഞ്ഞ ഒരമ്മ ചെയ്യാവുന്ന ക്രൂരതയുടെ ഏറ്റവും പരമ ഉച്ച കോടിയിൽ നിൽക്കുന്ന ക്രൂരത അവർ ചെയ്തു. കുഞ്ഞിനെ മുക്കിക്കൊന്നു. അപ്പോൾ അവർ കരുതി അവരുടെ കാമുകന്മാർ അവരെ ഏറ്റെടുക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നിരിക്കാം. കുഞ്ഞ് മരിച്ചു. കുഞ്ഞ് മരിച്ച ഉടനെ അവർ വലിയ വായിൽ നിലവിളിച്ചു പറഞ്ഞു കുഞ്ഞ് മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞു. പോലീസ് അസ്വാഭാവിക മരണമാണല്ലോ. നാട്ടുകാർ പോലീസിനെ അറിയിച്ചു. പോലീസുകാർ സ്ഥലത്തെത്തി പരിശോധിച്ചു. അപ്പോൾ ചന്ദ്രപ്രഭ നിലവിളിക്കിടയിൽ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഉറങ്ങിക്കിടന്നപ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്തറിയാതെ ചരിഞ്ഞുപോയി, കുഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചതാകാം എന്ന് ഈ തള്ള നിലവിളിച്ചു. അപ്പോൾ പോലീസിന് സംശയം, കുഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചതാണോ? കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയപ്പോൾ കുഞ്ഞിൻ്റെ ആമാശയത്തിലും ശ്വാസകോശത്തിലും വെള്ളം ധാരാളമുണ്ട്. അപ്പോൾ തന്നെ ഡോക്ടർമാർ വിധിയെഴുതി ഇത് കുഞ്ഞിനെ മുക്കിക്കൊന്നതാണ്. ജീവനുള്ള കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിപ്പിടിച്ചു. അപ്പോൾ മൂക്കിലൂടെയും വായിലൂടെയും വെള്ളം ധാരാളം കുഞ്ഞിൻ്റെ ആമാശയത്തിലേക്കും ശ്വാസകോശത്തിലേക്കും ഇറങ്ങി ശ്വാസം മുട്ടിയാണ് കുഞ്ഞ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഓട്ടോപ്സി വിധിയെഴുത്തു വന്നു. അപ്പോഴും ചന്ദ്രപ്രഭ വലിയ വായിൽ അലറിക്കരഞ്ഞുകൊണ്ടിരുന്നു, ചിലപ്പോൾ കുഞ്ഞ് അറിയാതെ വെള്ളത്തിൽ വീണതായിരിക്കാം എന്ന് ചന്ദ്രപ്രഭ വീണ്ടും നിലവിളിച്ചു. അങ്ങനെ മൊഴി പരസ്പരം മാറ്റി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് മാനസിക വിഭ്രാന്തിയുണ്ട്, ഞാൻ അറിയാതെ സംഭവിച്ചതാകാം, എനിക്ക് മാനസിക വിഭ്രാന്തിയുണ്ടെന്ന് പറഞ്ഞും പോലീസിനെ കുറേ വട്ടം ചുറ്റിച്ചു. പക്ഷേ പോലീസ് വിട്ടില്ല. കേരള പോലീസാണ്. മരിച്ചത് ഒരു പിഞ്ചോമനയാണ്. ആ മരണത്തിന് സത്യമുണ്ട്, നീതിയുണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ ചന്ദ്രപ്രഭയെ ആദ്യം കസ്റ്റഡിയിലെടുത്തു. അവരുടെ മൊഴി രേഖപ്പെടുത്തി. അവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൃത്യം തെളിവായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉള്ളതുകൊണ്ട് അവർ തന്നെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നുവെന്ന് മനസ്സിലാക്കി. മറ്റ് രണ്ട് കാമുകന്മാർ സ്ഥലത്തില്ലല്ലോ. ആ സമയത്ത് അജേഷ് എത്തിയിട്ടില്ല, പിന്നെ സനലും എത്തിയിട്ടില്ല. ഈ രണ്ട് കാമുകന്മാർക്കുമെതിരെ കൊലക്കുറ്റത്തിന് നരഹത്യയ്ക്ക് പ്രേരണ ചുമത്തി എന്ന് പറഞ്ഞ് പോലീസ് കേസെടുത്തു. അങ്ങനെ ഈ കേസിലാകെ 3 പ്രതികൾ. ഈ 3 പ്രതികളോടും ഹാജരാകാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ 3 പേർക്കും നീതിന്യായ കോടതി പരമാവധി ശിക്ഷ വിധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്രമാത്രം നിഷ്ഠൂരമായാണ് പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ വാട്ടർ ടാങ്കിൽ മുക്കി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം ക്രൂരതകൾ ആവർത്തിക്കാതിരിക്കട്ടെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യാം.